ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിയെടുത്ത് ഒരു പട്ടി ഷോ കാണിച്ച ലക്ഷ്മി ഒരിക്കലും ചെയ്തത് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ വൾഗറായിട്ടുള്ളൊരു ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി ഓവർ സ്മാർട്ടാണെന്ന് തോന്നുന്നു. മാത്രമല്ല എവിക്ഷൻ റൗണ്ടിൽ പലരും പറഞ്ഞത് കണക്കൊരു പ്രിൻസിപ്പൾ അഭിനയിക്കുന്ന ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസമുള്ള ഒരു മതിപ്പുണ്ടല്ലോ ലക്ഷ്മിയോട്, അതങ്ങ് ഇല്ലാണ്ടായിരിക്കുന്നു. ആഹാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് നിഷേധിക്കുന്നതിൽ പരം ഒരു തെറ്റ് വേറെയില്ല. നമ്മുടെ ഒരു മൗലിക അവകാശമാണല്ലോ ഈ ആഹാരം എന്ന് പറയുന്നത്. ആഹാര നിയന്ത്രണമാണ് അവിടെ ബിഗ് ബോസ് ഏർപ്പാടാക്കിയിരിക്കുന്നത്, അല്ലാതെ ലക്ഷ്മിയെ പോലെ ആഹാരം നിഷേധമല്ല. അപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് തട്ടിപ്പറിച്ചെടുത്ത് വാങ്ങിച്ചു വെക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒന്ന് ചെയ്തതിൻ്റെ ഒരു മ്ലേച്ഛത ആ പെണ്ണിൻ്റെ മുഖത്തില്ലേം താനും. മാത്രമല്ല ചെയ്തതിൽ ന്യായം പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത് ശരി എന്ന രീതിയിൽ അത് ശരിയെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ആ പെണ്ണിൻ്റെ ഒരു മനസ്സ്, അത് സത്യത്തിൽ എന്ത് വൃത്തികെട്ടൊരു മനസ്സാണെന്ന് ഓർത്തു നോക്ക്. വളരെ വൾഗറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു അല്പം പോലും മര്യാദയോ മാനേഴ്സോ ഇല്ലാത്ത പെണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആര്യനോട് എന്താണ് ഇത്ര പകയൊന്നും പിടികിട്ടുന്നില്ല. മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യം, എനിക്ക് അങ്ങനെ പക്ഷമൊന്നുമില്ല, ഞാൻ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിവിടെ എല്ലാവരും കണ്ടസ്റ്റൻ്റാണ്, എനിക്ക് ആരോടും പകയോ സ്നേഹമോ ഇല്ല. ഞാൻ ഓരോരുത്തരെ ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ ആര്യനോട് ഇത്ര ദേഷ്യം? പിന്നെ ആര്യൻ കുറച്ച് കുസൃതിയൊക്കെ കാണിക്കുന്ന ഒരാളാണെങ്കിൽ ആര്യനേക്കാൾ കുർത്തക്കേട് കാണിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ, നെവീൻ. എന്താണ് നെവീനോടൊരു ഫേവർ? ഈ പറയുന്ന ആര്യനോട് മാത്രം ഈ രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് എന്തിനാണ്? അതും മിച്ചം വന്ന കറിയിലേക്ക് ചോറിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു പീസ് കിടന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തട്ടിപ്പറിച്ച് വാങ്ങിച്ചോണ്ട് പോവുക. മാക്സിമം പോയ ഒരു 2 ഉരുളയും കൂടെ ഉണ്ടാവും, അത്രയ്ക്കേ ഉള്ളൂ. ആ ഒരു ഫുഡ് പിടിച്ചു പറിച്ചു കൊണ്ട് പോയിട്ട് എന്താണ് ലക്ഷ്മി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്താ ലാഭം? ഇത് ഒരുതരം എന്താ പറയണേ, ചുമ്മാ ഉള്ളൊരു ആഡംബരം, അഹങ്കാരം. ചിലർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, അരഗൻസ് ഉണ്ടാവും. രണ്ടിനെയും തുല്യമായി കാണുന്നതും അതേപോലെ ബോൾഡാണെന്ന് പറയുന്നതും ഒരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്. ഒരു പെണ്ണ് കുറച്ച് അഹങ്കാര വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ബോൾഡെന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ചിലർ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യമുണ്ട്, നിലപാടുകൾ, ശക്തമായ നിലപാടുകൾ പറയുന്ന പെൺകുട്ടികളുണ്ട്. അവരെ നോക്കി നമ്മൾ ബോൾഡെന്ന് പറയാറുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ്ചർ ആകുന്നവരും ഉണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലൊരെണ്ണം അറഗൻസ് മാത്രം വെച്ചുകൊണ്ട് കളിക്കുന്നതാണ് ലക്ഷ്മി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഇതിനെ പറ്റിയിട്ട്? ഫുഡ് അങ്ങനെ പിടിച്ചു പറിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് തെറ്റായ ഒരു പരിപാടിയല്ലേ? എന്തിനാണ് ലക്ഷ്മി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ലക്ഷ്മി എന്താ അത്ര വലിയ ആള് കളിക്കുന്നത്? ആൻഡ് ദെൻ ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ അവിടെ വരുന്നുണ്ട്. ആ ഡിസ്കഷനിലും സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ലക്ഷ്മി കാണിക്കുന്നത്. അത് പക്ഷേ അനുവൊക്കെ ഇടപെട്ടിട്ട് ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് ഹെഡ് ചെയ്യുന്നുണ്ട്. അതിലത് ഇടപെട്ടിട്ട് ക്യാപ്റ്റനെ മാറ്റി കൊടുക്കണമോ വേണ്ടേ എന്നുള്ള ഡിസ്കഷനിലേക്ക് വരെ എത്തിയിട്ട് അവസാനം ഒന്ന് മൈൽഡ് ആകുന്നുണ്ട്. കാരണം മെജോറിറ്റി ലക്ഷ്മിക്ക് എഗൻസ്റ്റ് വന്നപ്പോഴത്തേക്കാണ് അങ്ങനെ ഒരു തീരുമാനം എത്തിയത്. നൈറ്റ് ഫുഡ് ചോറുണ്ടാക്കുന്നതിന് പകരം ഞാൻ ചോറ് കഴിച്ചോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം, നിങ്ങളും അങ്ങനെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് ലക്ഷ്മിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് ഒരു ജനറസ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രാലിറ്റി ആകുന്നത്? അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പോരിമയും ഒരു ബാസിസവും അല്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ലക്ഷ്മി ഇന്ന് ഓവറെന്നല്ല, എക്സ്ട്രീം ലെവൽ ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മിയുടെ ഒരു എന്താ പറയണേ, ഇത്രയും അഹങ്കാരം പാടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ആരോ വന്നിട്ട് ആരും തന്നെ പറയുന്നുണ്ട്, നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പാടുണ്ടോന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ഒരു അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു മറുപടി ആയിരിക്കും ആ കുട്ടിയെ വരെ നിഷേധിക്കുന്ന ലെവലിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടാവുക എന്ന്. ഇത്ര അഹങ്കാരം ഓവറാണ് കേട്ടോ. ഒരാൾ ആഹാരം കഴിക്കുകയല്ലേ, ആ റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു. ഭക്ഷണം കഴിച്ച് തീർന്നിട്ട് ഓക്കെ ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു തല്ലും പിടിയോ ഉണ്ടാക്കിയാലും പാടില്ലായിരുന്നു. കഴിച്ചു കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അത് പിടിച്ച് പറിച്ചെടുത്തിരിക്കുന്നു. അതെന്തൊരു വൃത്തികെട്ട പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഭിപ്രായം പറയുക. താങ്ക് യു.